പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, കേരളത്തിൽ കേരള കോൺഗ്രസ് എം എന്ന് പറഞ്ഞൊരു പാർട്ടിയുണ്ട്. ആ പാർട്ടി അറിയപ്പെടുന്നത് ശ്രീമാൻ കെ എം മാണിയുടെ പേരിലാണ്. കെ മാണി മരിക്കുന്നത് വരെ കേരള കോൺഗ്രസ് എം എന്ന് പറഞ്ഞിട്ട്, പക്ഷേ മരിച്ചു കഴിഞ്ഞപ്പോഴും കെ എം മാണിയുടെ മകൻ ആണ് ആ പാർട്ടിയെ നയിക്കുന്നത്. അത് കേരള കോൺഗ്രസ് എം എന്ന് തന്നെയാണ് ആ പാർട്ടി ഇപ്പോഴും അറിയപ്പെടുന്നത്. ആ പാർട്ടിയുടെ നേതാവായിട്ടുള്ള ജോസ് കെ മാണിയുടെ രാഷ്ട്രീയം ഏതാണ്ട് അതിൻ്റെ അന്ത്യഘട്ടത്തോട് അടുത്തിരിക്കുന്നു എന്ന് പറയാനാണ് ഞാനിന്ന് ഈ വീഡിയോയിലൂടെ ശ്രമിക്കാൻ പോകുന്നത്. ഈ ജോസ് കെ മാണിയെ സംബന്ധിച്ചിടത്തോളം അയാളൊരു ഹതഭാഗ്യനാണ് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. 2021 തെരഞ്ഞെടുപ്പിൽ വലിയൊരു അനുകൂല തരംഗം LDFന് അനുകൂലമായി ഉണ്ടായിരുന്നു. കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് ആദ്യമായി LDFിലേക്ക് വന്ന തെരഞ്ഞെടുപ്പായിരുന്നു 2021. കേരള കോൺഗ്രസിൻ്റെ മത്സരിച്ച മിക്കവാറും MLA മാരെല്ലാം ജയിച്ചു. റാന്നിയിൽ നിന്ന് ഒരു പ്രമോദ് നാരായണൻ ജയിച്ചു, ചങ്ങനാശ്ശേരിയിൽ നിന്ന് ജയിച്ചു, പൂഞ്ഞാറിൽ നിന്ന് ജയിച്ചു, വാഴൂരിൽ നിന്ന് ജയിച്ചു, ഇടുക്കിയിൽ നിന്ന് ജയിച്ചു. അവിടുന്ന് എല്ലാം ജയിച്ചപ്പോൾ ശ്രീമാൻ ജോസ് കെ മാണി അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ തട്ടകമായിട്ടുള്ള പാലയിൽ നിന്ന് ദയനീയമായി പരാജയപ്പെട്ടു എന്നത്, അങ്ങനെ പറയുന്നതാവും ശരി എന്ന് എനിക്ക് തോന്നുന്നു. പരാജയപ്പെട്ടു എന്നല്ല, ദയനീയമായി പരാജയപ്പെട്ടു. അതും എവിടുന്ന്? എത്രയോ ഡസൻ തവണയെങ്കിലും പാലയിൽ നിന്ന് പിതാവായിട്ടുള്ള കെ എം മാണി ജയിച്ച ആ കെ എം മാണിയുടെ തട്ടകത്തിൽ നിന്ന് 2021 മാണി സി കാപ്പൻ്റെ അടുത്ത് ജോസ് കെ മാണി 10,000 വോട്ടുകൾക്കാണ് 2021 തോറ്റത്. അതുകൊണ്ടാണ് ഞാനൊരു ഹതഭാഗ്യനാണ് പറഞ്ഞത്. ആരും അങ്ങനെ പ്രതീക്ഷിച്ചില്ല. എന്നാൽ അതിനുശേഷം അദ്ദേഹത്തെ രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്തു. അദ്ദേഹം ഇപ്പോൾ രാജ്യസഭാ അംഗമാണ്. പക്ഷേ ഇപ്പോൾ ജോസ് കെ മാണി എത്തിയിരിക്കുന്ന ഒരവസ്ഥ, ഇംഗ്ലീഷിൽ പറഞ്ഞ ഒരു പ്രെഡിക്കമെൻറ്റ്, ജോസ് കെ മാണിയുടെ ഒരു പ്രെഡിക്കമെൻറ്റ് വളരെ ദയനീയമാണ് എന്ന് പറയാതെ വയ്യ. പാലയിൽ നിന്ന് ജോസ് കെ മാണി മത്സരിച്ചാൽ ജോസ് കെ മാണിയുടെ തോൽവി സാധ്യതയാണ് വളരെ വളരെ കൂടുതൽ. കാരണം ജയസാധ്യത ഉണ്ടായിരുന്ന സമയത്ത് പോലും 10,000 വോട്ടുകൾക്ക് ജോസ് കെ മാണി തോറ്റതാണ് ഇവിടുന്ന്. ഇപ്പോൾ ജയസാധ്യതയല്ല, ഇപ്പോൾ LDFന് പരാജയ സാധ്യതയാണ് മുന്നിലുള്ളത്. LDF നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDFന് തോൽവിക്കുള്ള സാധ്യതയാണ് ഇപ്പം ഉയർന്നു നിൽക്കുന്നത്. എന്ന് മാത്രമല്ല, ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ക്രിസ്ത്യൻ കേന്ദ്രങ്ങളിലെല്ലാം UDFനാണ് വലിയ മികച്ച മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞത്. കഴിഞ്ഞ 5 വർഷം കൊണ്ട് പാലായിൽ മാണി സി കാപ്പൻ വലിയ ജനകീയനായി മാറുകയും ചെയ്തിട്ടുണ്ട്. ആ സാഹചര്യത്തിൽ അടുത്ത തവണ പാലയിൽ ജോസ് കെ മാണി മത്സരിച്ചാൽ ഏതാണ്ട് 99% ജോസ് കെ മാണി തോൽക്കാനുള്ള സാധ്യതയാണ് നിലവിലുള്ളത്. അതുകൊണ്ട് ജോസ് കെ മാണിക്ക് അവിടെ നിന്ന് മാറിയാൽ കൊള്ളാം എന്നുള്ള ആഗ്രഹമുണ്ട്. കാരണം ഒരു തവണയും കൂടെ പാലയിൽ തോറ്റാൽ ജോസ് കെ മാണിയുടെ രാഷ്ട്രീയ ഭാവി അവസാനിച്ചു എന്നുള്ളതുകൊണ്ടാണ് അവിടെ നിന്ന് മാറണം എന്ന് ജോസ് കെ മാണി ആഗ്രഹിക്കുന്നു. കടുത്തുരുത്തിലേക്ക് പോയാൽ കൊള്ളാം എന്ന് ജോസ് കെ മാണിക്ക്. അവിടെ ജയിക്കില്ല എന്നുള്ള കാര്യമൊന്നും നമുക്കറിയില്ല, കാരണം അവിടെ മോൻസ് ജോസഫാണ് മത്സരിക്കുന്നത്. പക്ഷേ പാലയിൽ നിന്നും മാറണം എന്നുണ്ട്. പക്ഷേ നിർഭാഗ്യവശാൽ ജോസ് കെ മാണിയുടെ പാർട്ടിയിലെ മറ്റൊരു പ്രബലൻ, ഒരു പ്രമുഖൻ ആയിട്ടുള്ള റോഷി അഗസ്റ്റിൻ ജോസ് കെ മാണിയെ പാലയിൽ തന്നെ മത്സരിപ്പിക്കണം എന്ന് നിർബന്ധ ബുദ്ധിയോടെ ഇറങ്ങിയിരിക്കുന്ന കാഴ്ചയാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. ജോസ് കെ മാണി പാലയിൽ തന്നെ മത്സരിക്കണം എന്ന് ഇയാൾ പറയുകയാണ്. ആര്? റോഷി അഗസ്റ്റിൻ പറയുക. എന്ന് പറഞ്ഞാൽ പാലയിൽ മത്സരിപ്പിച്ച് ജോസ് കെ മാണിയെ തീർക്കണം എന്നുള്ള ചിന്ത കൊണ്ടു നടക്കുന്ന, പരസ്യമായി തന്നെ പറയുന്ന ഒരു നേതാവാണ് റോഷി അഗസ്റ്റിൻ എന്നുള്ള നിലയിലേക്ക് വന്നിരിക്കുന്നത്. ആലോചിച്ച് നോക്കുക അയാളുടെ ഒരു അവസ്ഥ. അതാണ് ഞാൻ എൻ്റെ ജോസ് കെ മാണിയുടെ ഒരു പ്രെഡിക്കമെൻറ്റ് എന്ന് ഞാൻ പറഞ്ഞത്. അടുത്ത തവണ മത്സരിച്ച് ജയിച്ചില്ലെങ്കിൽ രാഷ്ട്രീയ ഭാവി അവസാനിക്കും. അടുത്ത തവണ എവിടെയെങ്കിലും നിന്ന് ജയിക്കാനുള്ള സാധ്യത കാണണമെന്ന് വരുമ്പോൾ പാർട്ടിയുടെ തന്നെ ഒരു നേതാവ് പാലായിൽ നിർത്തി ജോസ് കെ മാണിയെ തോൽപ്പിക്കണമെന്ന് പറയുന്ന രംഗത്ത് വരുന്ന ഒരു അവസ്ഥ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയ സുഹൃത്തുക്കളെ. പാലയിൽ തന്നെ ജോസ് കെ മാണി മത്സരിക്കണം എന്ന് റോഷി അഗസ്റ്റിൻ പറയുകയാണ്. അത് സത്യത്തിൽ അങ്ങനെ പറയാൻ പാടുണ്ടോ? കാരണം ഒരു രാഷ്ട്രീയ പാർട്ടി അവരുടെ സ്ഥാനാർത്ഥികൾ ആരാണെന്ന് തീരുമാനിച്ചിട്ടില്ല.
കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിലും സ്ഥാനാർത്ഥികൾ ആരാണെന്നും എവിടെയൊക്കെ മത്സരിക്കണമെന്നുള്ളതും തീരുമാനമായിട്ടില്ല. ഒരുപക്ഷെ തീരുമാനിക്കുമ്പോൾ ജോസ് കെ മാണി മത്സരിച്ചേക്കാമെങ്കിൽ പോലും ഇപ്പം അങ്ങനെയുള്ള ഒരു തീരുമാനം ഉണ്ടായിട്ടില്ല. ജോസ് കെ മാണിയോട് പാലയിൽ മത്സരിക്കുമെന്ന് ചോദിച്ചപ്പോഴത്തേക്കും ജോസ് കെ മാണി അത് പാർട്ടി തീരുമാനിച്ചിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ മൈക്ക് തട്ടിപ്പറിക്കുകയാണ് റോഷി അഗസ്റ്റിൻ. അല്ല, ജോസ് കെ മാണി പാലയിൽ തന്നെ മത്സരിക്കും. അപ്പോൾ ജോസ് കെ മാണി അതൊന്ന് തണുപ്പിക്കാൻ വേണ്ടി റോഷി അഗസ്റ്റിൻ്റെ ചോരത്തിളപ്പ് കൊണ്ടൊക്കെ പറഞ്ഞാണെന്നും പറഞ്ഞ് അതൊക്കെ ഒന്ന് ലളിതമാക്കാമെന്ന് വിചാരിക്കുമ്പോൾ റോഷി അഗസ്റ്റിൻ വീണ്ടും വന്നിട്ട് ജോസ് കെ മാണി പാലയിൽ തന്നെ മത്സരിക്കണമെന്ന് പറയുകയാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? അതിൻ്റെ അർത്ഥം അടുത്ത തെരഞ്ഞെടുപ്പോടുകൂടി ജോസ് കെ മാണിയെ തീർക്കണം എന്ന് പാർട്ടിയിലെ മറ്റൊരു പ്രബലനും മന്ത്രിയുമായിട്ടുള്ള റോഷി അഗസ്റ്റിൻ തീരുമാനിച്ചിരിക്കുന്നു എന്നല്ലേ അതിൻ്റെ അർത്ഥം. അതെങ്ങനെയാണത് ചെന്ന് ആ ചർച്ചയിൽ നിന്ന് അവസാനിക്കാൻ പോകുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ട് നമുക്കറിയില്ല. പക്ഷേ പരസ്യമായി തന്നെ റോഷി അഗസ്റ്റിൻ അതിനുവേണ്ടി ഇറങ്ങിയിരിക്കുന്നു. റോഷി അഗസ്റ്റിന് CPM-ൻ്റെ പിന്തുണയുണ്ട് എന്നുള്ളതും വ്യക്തമല്ലേ. അപ്പോൾ നമ്മൾ ജോസ് കെ മാണിയുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. കേരള കോൺഗ്രസ് മാണി എന്ന് പറഞ്ഞ പാർട്ടിയിൽ അതിൻ്റെ ഒരു കീഴ്വഴക്കം അനുസരിച്ച് അതിൻ്റെ പാർട്ടി ചെയർമാനാണ് അപ്രമാദിത്വം, ഇൻഫാലിബിലിറ്റി എന്ന് നമ്മൾ പറയും. മാണി ഗ്രൂപ്പിൽ മാണിക്കാണെങ്കിൽ ജോസഫ് ഗ്രൂപ്പിൽ ജോസഫിനാണ്. മാണി ഗ്രൂപ്പിൽ നമുക്കറിയാമല്ലോ, ഇതുവരെ നമ്മൾ എടുത്തു നോക്കിയാൽ പാർട്ടി ചെയർമാൻ തീരുമാനിക്കുന്നതാണ് തീരുമാനം. ആ തീരുമാനം ചോദ്യം ചെയ്യപ്പെടില്ല. അതാണ് മാണി ഉണ്ടായിരുന്നപ്പോൾ നമ്മൾ കണ്ടത്. ഈ അടുത്ത കാലം വരെ ജോസ് കെ മാണിയുടെ കാര്യത്തിൽ ഏതാണ്ട് അത് തന്നെയാണ് നമ്മൾ കണ്ടത്. പക്ഷേ UDF-ലേക്ക് മാണി ഗ്രൂപ്പ് പോകുന്നതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ച തുടങ്ങിയപ്പോൾ മുതൽ ജോസ് കെ മാണിയുടെ ഒരു താഴോട്ടുള്ള ഗ്രാഫ് താഴോട്ട് പോകുന്നതാണ് നമ്മൾ കണ്ടത്. നമുക്കറിയാം ജോസ് കെ മാണിക്ക് UDF-ലേക്ക് പോകണമെന്നായിരുന്നു ആഗ്രഹം എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന. കത്തോലിക്ക മത മേലധ്യക്ഷന്മാർക്കും അത് തന്നെയായിരുന്നു ആഗ്രഹം. കാരണം കത്തോലിക്ക മത മേലധ്യക്ഷന്മാരുടെ തീരുമാനത്തിനനുസരിച്ചാണല്ലോ ഈ മാണി ഗ്രൂപ്പ് ചലിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ആ തീരുമാനം UDF-ലേക്ക് പോകണം എന്നുള്ള ജോസ് കെ മാണിയുടെ നേതൃത്വത്തിലുള്ള തീരുമാനം CPM-ൻ്റെ സഹായത്തോടു കൂടി റോഷി അഗസ്റ്റിൻ അട്ടിമറിച്ചപ്പോൾ മുതലാണ് ജോസ് കെ മാണിക്ക് ഇവിടെ പ്രാധാന്യം ഈ പാർട്ടിയിൽ കുറയാൻ തുടങ്ങിയത്. നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തതുപോലെ പാർട്ടിയുടെ പ്രധാനപ്പെട്ട ഫണ്ടറായി റോഷി അഗസ്റ്റിൻ മാർഗം കൂടി ചെയ്തതോടുകൂടിയാണ് റോഷി അഗസ്റ്റിൻ ഇത്ര ശക്തനായി മാറിയത് എന്നാണ് നമുക്കിപ്പം അറിയാൻ കഴിയും. അതിൻ്റെ വിശദാംശങ്ങൾ നമ്മൾ വേറൊരു വീഡിയോയിൽ ചെയ്തു. എന്തായാലും കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിൻ്റെ ചെയർമാനായിട്ടുള്ള ജോസ് കെ മാണിയുടെ മോശം കാലം ആണ് ഇനി വരാൻ പോകുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അയാൾ പാലയിലാണ് മത്സരിക്കുന്നതെങ്കിൽ തോൽക്കാനാണ് സാധ്യത. അതുകൊണ്ട് പാലയിൽ നിന്ന് മാറി മത്സരിക്കണമെന്ന് ജോസ് കെ മാണിക്കുണ്ട്. പക്ഷേ അത് അനുവദിക്കുന്നില്ല. ആര്? റോഷി അഗസ്റ്റിൻ അത് അനുവദിക്കുന്നില്ല. അപ്പം ജോസ് കെ മാണിയുടെ മുമ്പിൽ ഇനി ഉള്ളതെന്താ? 2 ഓപ്ഷൻസേ ഉള്ളൂ. ഒന്ന് പാലയിൽ മത്സരിക്കുക, തോൽക്കുക. തോറ്റ് റോഷി അഗസ്റ്റിന് കീഴിൽ ഒരു നേതാവായി കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിൽ തുടരുക, അല്ലെങ്കിൽ പിളർന്ന് UDF-ലേക്ക് പോവുക. ഈ 2 ഓപ്ഷൻസാണ് അയാളുടെ മുമ്പിലുള്ളത്. കാരണം കേരള കോൺഗ്രസ് മാണിയിൽ ഇനിയിപ്പോൾ ജോസ് കെ മാണിക്ക് ഒരു അപ്രമാദിത്വം ഇനി ലഭിക്കും എന്നെനിക്ക് തോന്നുന്നില്ല. ആ അപ്രമാദിത്വത്തിൻ്റെ പെൻഡുലം റോഷി അഗസ്റ്റിനിലേക്ക് ചാഞ്ഞു കഴിഞ്ഞു. ആ സാഹചര്യത്തിൽ ഇനി 2 ഓപ്ഷനേ കേരള കോൺഗ്രസ്സിൽ ജോസ് കെ മാണിക്കുള്ളൂ. ഒന്ന്, റോഷി അഗസ്റ്റിന് വശപ്പെട്ട് ഒരു 2ാം നില നേതാവായി മാണി ഗ്രൂപ്പിൽ തുടരുക, അതല്ലെങ്കിൽ പിളർന്ന് UDF-ലേക്ക് പോവുക. അതിലേതാണ് നടക്കാൻ പോകുന്നത് എന്നുള്ളത് കാലം മാത്രമേ തെളിയിക്കുകയുള്ളൂ. പക്ഷേ ജോസ് കെ മാണിയുടെ വളരെ ദയനീയമായിട്ടുള്ളൊരു പ്രെഡിക്കമെൻ്റാണ് ഇപ്പോൾ ഉള്ളത്. പാലയിൽ ഒന്നുകൂടി തോറ്റ് തൻ്റെ രാഷ്ട്രീയ ജീവിതം അവസാനിപ്പിക്കാൻ ജോസ് കെ മാണി തയ്യാറാകുമോ, അതോ പിളർന്ന് UDF-ലേക്ക് പോകുമോ എന്നുള്ളത് കാലം തെളിയിക്കും. അടുത്ത 1.5 മാസത്തിനുള്ളിൽ അക്കാര്യം തെളിയിക്കപ്പെടും എന്നാണ് എനിക്ക് സൂചിപ്പിക്കുന്നത്.